റീസെന്റ് ആയിട്ട് അങ്ങനെ പോസിറ്റിവിറ്റി വാരി വിതറിയിട്ടില്ല? റീസെന്റ് ആയിട്ടില്ല, മുന്നേ എന്തൊക്കെയുണ്ട് ഓർക്കലില്ല. എല്ലാത്തിനും പോസിറ്റിവിറ്റി ആണ് വാരി വിതറല്. അതാണ് എനിക്ക് ആണല്ലോ. ഓക്കെ, അങ്ങനെ വലിയ ഒരു പ്രശ്നം ഉണ്ടായിട്ട് വലിയ സർപ്രൈസ് ഒക്കെ അതിൽ ഒരുക്കിയിട്ടുണ്ടോ? മൈൻഡ് സെറ്റ് അങ്ങ് ഓക്കെ ആക്കാൻ വേണ്ടി? സർപ്രൈസ് ഒന്നും അങ്ങനൊന്നും ഇല്ല. സർപ്രൈസ് ഇല്ല. ഇല്ല. എവിടെയെങ്കിലും ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ടോ? ട്രിപ്പൊക്കെ നമുക്ക് നമ്മള് ബർത്ത്ഡേക്ക് ട്രിപ്പ് പോയിട്ടുണ്ട്. അടുപ്പിച്ച ഒരു 5 ദിവസം വേറെ വേറെ സ്ഥലത്താ. ഓക്കെ ഓക്കെ, അത് പോസിറ്റിവിറ്റി ഭയങ്കര കൂടി. 2 വീലറിൽ പോയതാ. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം അങ്ങനെ ലോങ് പോകുന്നത് 2 വീലറില്. നല്ല ബിരിയാണിയുടെ മണം വന്നില്ലേ? ആണ്, ശരിയാണ്. എനിക്ക് വേഗം കഴിക്കട്ടെ, ഇത് കഴിച്ചിട്ട് തരാം. ഓക്കെ, ഡെയിലി ലൈഫിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാണ്? ഏത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഏതാ? സ്കിൻ കെയർ ഇപ്പൊ പറയണ സ്കിൻ കെയറിൽ അങ്ങനെ ഓവർ എക്സ്പെൻസീവ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷെ എന്റെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന എന്താണോ അത് ഞാൻ യൂസ് ചെയ്യലുണ്ട്. പക്ഷെ അതൊക്കെ ഇത്തിരി ഒക്കെ എക്സ്പെൻസീവ് ഒക്കെ തന്നെ ആയിരിക്കും. മാക്കിന്റെ ഒരു ലിപ്സ്റ്റിക് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ എക്സ്പെൻസീവ്. അതിലെ സ്കിൻ കെയർ അങ്ങനെ അതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണോ? സ്കിൻ കെയർ ഇൻട്രസ്റ്റഡ് ആണ്. എന്നെക്കാളും കൂടുതൽ ഓളെ ഇൻട്രസ്റ്റഡ്, ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആ. പക്ഷെ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളതിനോട് അത്ര വലിയ ഇതില്ല, താല്പര്യമില്ല. ഓക്കെ, പരസ്പരം ആരാ പുഷ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ? ഇന്ന് സ്കിൻ കെയർ ചെയ്തിട്ട് കിടക്കണം അല്ലെങ്കിൽ ഇന്ന ചെയ്യണം അങ്ങനെ? ഇവളെപ്പോഴും ചെയ്യും. അപ്പൊ ഒരു ദിവസം ചെയ്യുന്നില്ല എന്ന് കണ്ടാല് അപ്പൊ ഞാൻ പുഷ് ചെയ്യോളെ, ചെയ്യ് എന്താന്ന് ചെയ്യാത്തെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ ഉപയോഗിക്കുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഏതാണ്? അപ്പൊ ഇതില് അല്ലല്ല, അത് ക്വസ്റ്റ്യൻ അല്ല. സൺസ്ക്രീൻ. എനിക്ക് സൺസ്ക്രീൻ അല്ല, എനിക്ക് ഫേസ് സീറം. ഓക്കെ, പുറത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണ്? 2 പേർക്കും കോമൺ ആയിട്ടുള്ളത്. കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ മിണ്ടും. അങ്ങനെ അല്ലാതെ അങ്ങനെയില്ല. ഓക്കെ, പുറത്തു നിന്നുള്ള ഒരാൾക്ക് നിങ്ങളിൽ ആരെയാണ് ഏറ്റവും ആദ്യം പറ്റിക്കാൻ കഴിയുക? ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും, അത് എനിക്കറിയാം, അത് പെട്ടെന്ന് വീണു. എന്താണിത് കേട്ടോ? അതില് വീണു. പിന്നെ തരാം, നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ വലയിൽ പെട്ടെന്ന് വീഴും. പക്ഷെ വിശ്വസിക്കും. എന്റെ ആ ഒരു വിശ്വസ്തത ഇവർ മുതലെടുക്കുന്നതാണ്. ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് അപ്പിയറൻസിൽ നിങ്ങൾ അടുത്തറിഞ്ഞില്ലെങ്കിൽ അതിലാണ് ഭയങ്കര ബോൾഡ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നുന്നതൊന്നുമില്ല. സത്യം അങ്ങനെയൊന്നും അല്ല, ഉൾട്ടയാണ്. ഓക്കെ, ഇവിടെ കാണുമ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരു ഒരു കൊച്ചു സംസാരിക്കുകയാണെങ്കിൽ പോയിന്റ് സംസാരിക്കും. ഓക്കെ, കുറച്ചേ സംസാരിക്കുള്ളൂ, പക്ഷെ അതെല്ലാം അണ്ടർലൈൻ ഇട്ട് പോയിന്റ്സ് ആയിരിക്കും ഒക്കെ. കള്ളം പറഞ്ഞിട്ട് പിന്നെ ഒരു സിറ്റുവേഷനിൽ പിടിക്കപ്പെട്ട് നിങ്ങളിൽ ആരാണ്? ഞാൻ കള്ളം പറഞ്ഞാൽ ഞാൻ അത് കള്ളം കുറച്ച് കഴിയുമ്പോ തന്നെ പറയാം കള്ളാണ്. അതെന്നെ പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞത് നൂറിക്ക് പറയാൻ മുന്നേ ഞാൻ പറയുന്നത്. അതായത് കണ്ടിപ്പോ അവളാ കള്ളം പറയുന്നത്. ഗിഫ്റ്റിന്റെ മാറ്റർ ഒക്കെ അതൊക്കെ കള്ളം പറയുന്നത്. അതൊക്കെ എന്താ പറയാ, ഞാൻ വാങ്ങിയില്ല, ഞാനൊന്നും വാങ്ങിയില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് പെട്ടുപോയി. ഞാൻ പറഞ്ഞില്ല, മനസ്സിലാക്കുന്നത് കൂടുതല് അങ്ങനെ ഒരു പ്രശ്നമാണ്. ആരെയും മനസ്സിലാക്കരുത്. എന്നെ പിടിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ. നീറ്റല്ല, കുറച്ചും കൂടെ പിടിച്ചിട്ടൊന്നുമില്ല. പറയുമ്പോഴാണോ ഈ സ്ഥിരതയില്ലാത്ത ഇങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെ പറയുമ്പോഴാണോ? അതായത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ബുദ്ധിമോശം പറ്റിയത്, ഞാൻ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ ചെയ്താല് എല്ലാരും ഞാൻ ചെയ്തില്ലല്ലോ കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുള്ളൂ. അപ്പൊ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റ് കണ്ട് ആദ്യം ഡൗൺ ആകുന്നത് ആരാണ്? ആയിരുന്നത് ഇപ്പൊ മാറി. ഓക്കെ, ഈ ഡൗൺ ആയിട്ടിരിക്കുമ്പോ എന്താ നൂറ് എന്ത് പോസിറ്റിവിറ്റിയാ തരാറ്? ഞാൻ പറയും ഡൗൺ ആവല്ലേ മോളെ, ഡൗൺ ആവല്ലേ, ഇതൊന്നും ശരിയാവൂല. മറ്റുള്ള ആൾക്കാർ പറയും, നമ്മളത് നോക്കണ്ട, നമ്മളാണല്ലോ നമ്മളെ ലൈഫ് ജീവിക്കേണ്ടത്, ഓല് നമുക്കൊന്നും തരുമൊന്നുമില്ലല്ലോ. സോ ഇത് കേൾക്കുമ്പോ ഓക്കെ ബൈ. നിങ്ങളെ 2 പേരെയും ബിഗ് ബോസ് വീടിനകത്ത് പിടിച്ചിട്ടാൽ ഏറ്റവും കൂടുതൽ ദിവസം അവിടെ സർവൈവ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും? പിടിച്ചിട്ടാലോ ഞാനായിരിക്കും. നൂറായിരിക്കും. അതെന്തുകൊണ്ട് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറയാൻ കാരണം? ഒറ്റക്ക് ആരായിരിക്കും സർവൈവ് ചെയ്യാന്നല്ലേ? നിങ്ങൾ രണ്ടുപേരും ഏറ്റവും ആദ്യം ഔട്ടായി വരുന്നതും
ഇവള് കുറച്ചുകൂടെ നിക്കും. ഞാൻ നിക്കും. ഇവളെ സംസാരം കൊണ്ട് ഇവളെ ഔട്ടാക്കാൻ മതി. തെറി വിളിച്ചിട്ട് ആൾക്കാരെ ഇവക്ക് അങ്ങനൊന്നും പറ്റൂല. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് ഇപ്പൊ കുറ്റാവട്ടെ എന്തെങ്കിലും നമ്മളെ പറ്റി ബാഡൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാല് അത് എന്താന്ന് മനസ്സിലാക്കിയൊന്നും കൂടി ഇല്ല. അപ്പം തന്നെ കയറി ഞാന് റിയാക്ട് ചെയ്യും. യുനോ അത് അതിന് അവകാശമൊന്നുമില്ല. അപ്പൊ റിയാക്ട് ചെയ്യും. അതാണ്. ന്യൂറൊക്കെ അങ്ങനെ പ്രശ്നം കുറച്ച് കാമായിട്ടാണ്. കാമായിട്ടേ അവള് ചാടിക്ക് എന്നെയും പുറത്താക്കാൻ മതി. ചാറിനാന്ന് ആർക്കും മനസ്സിലാവാതെ ചാടിക്കയറും. ഓക്കെ. പുറത്തൊരു ഫംഗ്ഷന് പോയാൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആകുന്നത് നിങ്ങളിൽ ആരായിരിക്കും? പിടിച്ചോ നല്ലോ ആണ്. അത് ഞാനൊരു ഷോർട്ട്സ് കണ്ടു. ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി വെളുപ്പിന് 5 മണിക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ 12 മണിക്കല്ലേ? മേക്കപ്പ് ഇടാൻ പോകണം. അത് മേക്കപ്പ് ഇടാൻ വേണ്ടി 5 മണിക്കുണ്ടല്ലോ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നോട് പറഞ്ഞേ മുടി ഇങ്ങനെ ഒന്ന് താത്തി വെച്ചിരുന്നേ. അത് ഇടയ്ക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ താത്തി ഞാൻ ഓർത്ത് ഇവിടെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ട്. 3ാമത്തെ വട്ടായി ഏതെങ്കിലും ചിലപ്പോ ശ്രദ്ധിക്കൂല. പറഞ്ഞ് 2 ജന്തുക്കളോടെ ശ്രദ്ധിക്കും. അല്ല അത് ടിവിയിൽ വരുമ്പോഴോ എന്റെ മുടി ഇങ്ങനെ ആയല്ലോ, എന്റെ മുഖം അങ്ങനെ ആയല്ലോ, ഭയങ്കര ആള് ഭയങ്കര ഇൻസെക്യൂർ ആണ്.